പുതിയ കേരള ഗവൺമെൻറ് വി.ഡി. സതീശൻ ഗവൺമെൻറ് ഇന്ന് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. എനിക്ക് ആ അധികാരം ഏറ്റെടുപ്പിൽ ഏറ്റവും സന്തോഷകരമായി തോന്നിയത് അവിടെ മുഴങ്ങിയ വന്ദേ മാതരം ആണ്. അതിൻ്റെ മുഴുവൻ വെർഷനും ആലപിച്ച് അതിനുശേഷം ജനഗണമനയും ആലപിച്ചാണ് ചടങ്ങ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും. അങ്ങനെ വന്ദേ മാതരം കേട്ടാൽ ഹാലിളകുന്ന പലർക്കും അവിടെ വന്ദേ മാതരത്തിൽ എണീറ്റ് നിന്ന് അതിന് ആദരവ് കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് വളരെ സന്തോഷമുളവാക്കുന്ന ഒരു കാര്യമാണ്. ഇനിയാണ് ശരിയായ കാര്യത്തിലേക്ക് കിടക്കുക. അണ്ടിയുടെ അടുത്തെത്തിയാലാണ് മാങ്ങയുടെ പുളിയറിയുക എന്ന് പറയുന്നത് പോലെ ഇന്നു മുതലാണ് ഉത്തരവാദിത്തങ്ങൾ വരികയും അതിനെ എങ്ങനെ നേരിടണം എന്ന് കാണുകയും ചെയ്യേണ്ടത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി എത്രയുണ്ടെന്ന് ഒരു ധവളപത്രം വഴി വ്യക്തമാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ഖജനാവിൽ 6000 കോടി രൂപ ബാക്കി വെച്ച് പോയിരിക്കുന്നു എന്നാണ് ശ്രീമാൻ ബാലഗോപാൽ പഴയ ധനകാര്യമന്ത്രി പറയുന്നത്. അവർ നിയമസഭയിൽ എതിർഭാഗത്തുണ്ടാകും എന്നുള്ളത് കൂടി കണക്കാക്കുക. വാസ്തവത്തിൽ കോടിക്കണക്കിന് രൂപ, ഏകദേശം 1,00,000-ലധികം കോടി രൂപയുടെ ബാധ്യതകൾ ബാക്കി വെച്ചാണ് കഴിഞ്ഞ ഗവൺമെൻറ് പോയിട്ടുള്ളത്. അതിൽ പ്രധാനമായവ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള വലിയ ആനുകൂല്യങ്ങളാണ്. അത് ഏകദേശം 50,000 കോടി രൂപയോളം വരും. പിന്നീട് ഈ കോൺട്രാക്ടേഴ്സിനും മറ്റും കൊടുക്കാനുള്ള ഏകദേശം 18,000 കോടി രൂപയോളം കൊടുത്തു തീർക്കാനുണ്ട്. ഇതുപോലെ നിരവധി കേസുകൾ. എന്തിനേറെ പറയുന്നു, മോഹൻലാൽ മുഖ്യമന്ത്രിക്ക് എടുത്ത ഇൻ്റർവ്യൂവിന് പോലും പണം കൊടുക്കാൻ ബാക്കിയുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെ വരുമ്പോൾ കൊടുത്തു തീർക്കാനുള്ളത് വളരെയധികം ഉണ്ടാകുകയും അതേസമയം കിട്ടാനായിട്ടുള്ളത് ധനകാര്യ കമ്മീഷൻ്റെ പുതിയ നിർദ്ദേശങ്ങളനുസരിച്ച് 10,000 കോടി രൂപയോളം ഒരു വർഷം കൂടുതൽ ലഭിക്കുമെങ്കിലും അതിനെല്ലാം കവച്ചു വയ്ക്കുന്ന രീതിയിൽ ബാക്കി ഉണ്ടാകുകയും ചെയ്യും. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൂട്ടിയ ഏകദേശം 4.25 ലക്ഷം കോടി രൂപയുടെ കടത്തിൻ്റെ പലിശ കൂടി കണക്കാക്കുമ്പോൾ അതിൻ്റെ തിരിച്ചടവും ഒരു വലിയ ബാധ്യതയായിട്ട് തന്നെ വരും. അങ്ങനെ വരുമ്പോൾ ഒരു സർക്കാരിന് പ്രവർത്തിക്കാനാകുക എപ്പോഴാണെന്ന് വെച്ചാൽ ആ സർക്കാരിന് ആവശ്യമായ ധനം സ്വരൂപിക്കാൻ ആകുക എന്ന അവസരത്തിലാണ്. ഇതിൻ്റെ കൂടിയാണ് ഗ്യാരണ്ടികൾ നടപ്പാക്കേണ്ട ചുമതല വരുന്നത്. ഈ ഗ്യാരണ്ടികൾ നടപ്പാക്കാനായിട്ട് എത്ര സമയമെടുക്കും, എത്ര നാളുകൊണ്ടാണ് ഗ്യാരണ്ടികൾ നടപ്പാക്കുക എന്നുള്ളതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ശ്രീ A.K. ആന്റണി പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം 2001 മുഖ്യമന്ത്രിയായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഡൽഹിയിൽ പോകാനായിട്ട് എയർ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലായിരുന്നു. ആ വിധത്തിലായിരുന്നു സർക്കാർ ഇന്ന്. പക്ഷേ അതിൻ്റെ 10 ഇരട്ടി ദാരിദ്ര്യത്തിലാണ് ഈ ഗവൺമെൻറ് ഇട്ടേച്ച് പോയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതീവ ദയനീയ അവസ്ഥയിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയാണ് കേരളത്തിലുള്ളത് എന്നതാണ്. പക്ഷേ അതോടൊപ്പം ഇനിയിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വനവകുപ്പിൻ്റെ മന്ത്രി ഇത്രയും നാളും ആവശ്യപ്പെട്ടിരുന്നത് പോലെ ആകില്ല കാര്യങ്ങൾ ഇനി ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം ഇനിയും വന്യമൃഗങ്ങൾ കാട്ടിലിറങ്ങും, ഇനിയും അവർ കൃഷിക്ക് നഷ്ടം വരുത്തും, പലപ്പോഴും ആളുകളുടെ ജീവഹാനി ഉണ്ടാകും. അപ്പോഴുണ്ടാകുന്ന മുറവിളിക്ക് എന്ത് മറുപടി പറയും, എന്ത് നടപടി എടുക്കും എന്നുള്ളതൊക്കെയാണ് കാണേണ്ടത്. ഈ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമങ്ങളൊക്കെ കുറെ കൂടി ലഘൂകരിച്ച് അവയ്ക്ക് കൃഷി നശിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ അവയെ ഇല്ലാതാക്കുന്നതിന് പറ്റിയ നിയമങ്ങൾ ഉണ്ടാക്കുമോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുക. അതുപോലെ ഈ ചൂരൽമല മുണ്ടക്കൈ അതിൻ്റെ പുനരധിവാസത്തിന് അങ്ങനെ ചെയ്ത ആ പദ്ധതി ശരിയായ രീതിയിൽ ചോരുന്നുണ്ടോ? അതിൽ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റുമോ? അതിൽ കൊടുത്ത പൈസയുടെ സ്ഥിതി എന്തായി എന്നൊക്കെ കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഒരാളുങ്കൽ സൊസൈറ്റി ഉണ്ടാക്കിയ അനധികൃത സ്വത്ത് സമ്പാദനം എത്ര എന്നൊക്കെ അന്വേഷിക്കേണ്ടിയും വരും. അതുകൊണ്ട് അതിവേഗം അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ആവശ്യമായ പണം, ഇപ്പോൾ ആരോഗ്യ സംരക്ഷണ വകുപ്പിലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ 800 കോടി രൂപയിലധികം അവിടെ മരുന്ന് വാങ്ങിയ വകയിൽ കൊടുത്തു തീർക്കാനുണ്ട്. അത് കൊടുത്തു തീർത്തില്ലെങ്കിൽ മരുന്ന് ഉണ്ടാകുകയില്ല. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്.
അതുകൊണ്ട് ആ പണം അതിവേഗം കൊടുത്തു തീർക്കണം. ഇനി വരുമാനം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതിൻ്റെ പരമാവധി പിഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ഗവൺമെൻറ് പോയിരിക്കുന്നത്. ഇതും കഴിഞ്ഞ് ഇനിയും ജനങ്ങളെ പിഴിയാൻ ഉദ്ദേശിച്ചാൽ, പ്രത്യേകിച്ച് യുദ്ധസമാനമായ ഒരു സാഹചര്യം ലോകത്തിലുള്ളപ്പോൾ, എല്ലാ ലോകരാജ്യങ്ങളും വളരെയധികം ബുദ്ധിമുട്ടുമ്പോൾ, അതിൻ്റെ കൂടെ ഇനിയും നികുതികൾ വർദ്ധിപ്പിച്ച് നികുതി കൂട്ടാൻ ശ്രമിച്ചാൽ അത് ജനങ്ങൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കുന്ന ഒന്നായിരിക്കില്ല എന്നുകൂടി പറയാനാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് അനുസരിച്ചിരിക്കും ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ. അതോടൊപ്പം അവർ ചെയ്ത ഗ്യാരണ്ടികൾ, 5 ഗ്യാരണ്ടികളാണ് കേരളത്തിലേക്ക് പറഞ്ഞത്. KSRTCയിലെ സ്ത്രീ സഞ്ചാരം പണം കൂടാതെയുള്ള അവർക്ക് സഞ്ചരിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണല്ലോ ആദ്യത്തെ ഗ്യാരണ്ടി. അതടക്കം എപ്പോഴാണ് നടപ്പാക്കുന്നത്? ഇതിനൊക്കെ 2-3 മാസം ജനങ്ങൾ ഒരു ഹണിമൂൺ പീരീഡ് കൊടുത്തേക്കാം. പക്ഷെ അത് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം ആവശ്യപ്പെട്ടു തുടങ്ങും. പണ്ടത്തെ പോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ ഉള്ളതല്ല, അത് ഇലക്ഷൻ ജയിക്കാൻ മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഇനി സാധ്യമാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരു അവസരത്തിലേക്കാണ് ഗവൺമെൻറ് പോകുന്നത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്.